മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം 33 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിലെത്തിയത് 30 ലക്ഷത്തോളം ഭക്തരാണ്. ഇത്രയും ഭക്തരെ ഒരു സീസണിൽ ഉൾക്കൊള്ളുമ്പോൾ ശബരിമലയിൽ ഉണ്ടാകുന്ന മാലിന്യം അതിന്റെ അളവെന്ന് പറയുന്നത് ഒരുപാടാണ്. ഈ മാലിന്യം സംസ്കരിക്കാൻ ശബരിമലയിൽ ആകെയുള്ളതാകട്ടെ 3 ഇൻസിനേറ്ററുകളാണ്. പലതും കാലപ്പഴക്കം കൊണ്ട് അത്ര കാര്യക്ഷമവുമല്ല. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം 32 ദിവസം പിന്നിടുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് 200 കോടി രൂപയാണ്. ഈ 200 കോടി രൂപ എത്തിയതിന് പിന്നാലെ കുറേ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്. എന്തായാലും ആ മാലിന്യങ്ങൾ കത്തിക്കുന്ന ഇൻസിനറേറ്റർ പ്ലാന്റുകളാണ്. ആ പ്ലാന്റുകൾ നിലവിൽ എത്രത്തോളം മാലിന്യങ്ങളെ കത്തിച്ച് ചാരമാക്കുന്നു എന്നുള്ളത് കാണാം. ടൺ കണക്കിന് മാലിന്യമാണ് ശബരിമലയിൽ ഓരോ നിമിഷവും ഉണ്ടാകുന്നത്. പൂജാദ്രവ്യങ്ങൾ, പൂക്കൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, വസ്ത്രങ്ങൾ, അങ്ങനെ ജൈവ അജൈവ മാലിന്യങ്ങൾ ഓരോയിടത്തും കുമിഞ്ഞുകൂടാറുണ്ട്. ശബരിമല സാനിറ്റൈസേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള വിശുദ്ധി സേന ഇവയൊക്കെ ട്രാക്ടറുകളിലെത്തി ശേഖരിച്ച് പാണ്ടിത്താവളത്തിനടുത്തുള്ള ഇൻസിനേറ്ററിലെത്തിക്കും. മൂന്ന് ഇൻസിനേറ്റർ യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആദ്യ യൂണിറ്റിന് 20 വർഷത്തിലധികം പഴക്കമുണ്ട്. രണ്ടാമത്തേതിന് 15 വർഷത്തോളം പഴക്കവും. 20 വർഷം മുൻപുള്ള ഭക്തജന തിരക്കോ മാലിന്യ പ്രതിസന്ധിയോ അല്ല ഇന്ന് ശബരിമലയിലുള്ളത്. ഒരു ദിവസം തന്നെ 10-25 ലോഡോളം വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പകുതി വരെ മാത്രമേ ഒരു ഡെയിലി തീർത്ത് പോകാൻ കഴിയുന്നുള്ളൂ. അത് കൂടുതലും ഈ പ്ലാസ്റ്റിക്കും ഈ ഫുഡ് വേസ്റ്റും എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റിയിട്ട് മാത്രമേ നമുക്ക് കത്തിച്ച് തീർക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സമയം എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നിലവിലിപ്പോൾ 3 യൂണിറ്റാണ് ഉള്ളത്. ഒരു പഴയ യൂണിറ്റും ബാക്കി 2 പഴയ യൂണിറ്റ് 1 എന്ന് പറയാം. അതിനകത്ത് ഒരു മണിക്കൂറിൽ 300 കിലോയും ബാക്കി 2 യൂണിറ്റിൽ ഒരു മണിക്കൂർ 200 കിലോ വെച്ചാണ് വർക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്നത്. പിന്നെ തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ ഉണ്ട്. അപ്പം ജൈവമാലിന്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് മാറ്റിയാണ്. ബാക്കിയുള്ള ഖരമാലിന്യങ്ങളാണ് ഇവിടെ കത്തിച്ച് മാറ്റുന്നത്. ഇരുമുടിക്കെട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സംസ്കരണത്തിൽ വലിയ വെല്ലുവിളിയാകുന്നത്. മാളികപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം എത്തുന്നത്. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളികപ്പുറത്തുനിന്ന് വരുന്ന പ്ലാസ്റ്റിക് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ വെള്ള നിവേദ്യത്തിനും അവിലും മലര് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം മിക്സ് ചെയ്താണ് ലോഡായി ഇങ്ങോട്ട് വരുന്നത്. അതും നമുക്ക് ടൈം എടുക്കുന്നുണ്ട്. സെഗ്രിഗേറ്റ് മാറ്റി എടുക്കാനുള്ള ടൈം എടുക്കുന്നുണ്ട്. 2 ഷിഫ്റ്റുകളിലായി വിശുദ്ധി സേനാംഗങ്ങൾ ജോലി ചെയ്താലും ഇത്രയും മാലിന്യം കത്തിച്ചു കളയാൻ നിലവിലെ പഴയ ഇൻസിനേറ്റർ ഉപയോഗിച്ച് സാധിക്കില്ല. കാലാനുഗതമായ പരിഷ്കരണം ഉണ്ടായെങ്കിൽ മാത്രമേ ശബരിമലയിലെ മാലിന്യ പ്രതിസന്ധിയുടെ കുരുക്കഴിയൂ. 2 ഷിഫ്റ്റാണ് പോകുന്നത്. ഒരു ഷിഫ്റ്റിൽ 30 പേര് വെച്ചുണ്ട്. നമുക്ക് മൊത്തത്തിൽ നമുക്ക് 63 പേരോളം ഉണ്ട്, സൂപ്പർവൈസർമാർ ഉൾപ്പെടെ 2 സൂപ്പർവൈസർമാർ. പിന്നെ അത് വർക്ക് കോൺട്രാക്റ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവരുടെയാണ് ഈ വർക്കേഴ്സ് എല്ലാം വരുന്നത്. നിലവിൽ ശബരിമല സന്നിധാനത്ത് പ്രവർത്തിക്കുന്നത് 3 ഇൻസിനറേറ്ററുകളാണ്. ഒരു ഇൻസിനറേറ്ററിന് 20 കൊല്ലത്തെ കാലപ്പഴക്കവും മറ്റൊന്നിന് 15 കൊല്ലത്തെ കാലപ്പഴക്കവുമാണുള്ളത്. 20 കൊല്ലം മുൻപ് ശബരിമലയിൽ എത്തിയിരുന്ന ആളുകളോ ഭക്തജന തിരക്കോ അല്ല ഇന്നുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.